ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ വീട്ടിലെത്തിയ വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സത്യഭാമ ആകെ ടെൻഷനിലായി. വിഷ്ണുവിന്റെയും ശാലിനിയുടെയും വിവാഹം അത് എത്രയും വേഗം നിയമപരമായി തന്നെ അത് ഡിവോഴ്സിൽ എത്തിച്ചാൽ മാത്രമേ കാർത്തികയെ വിഷ്ണു വിവാഹം കഴിച്ച് നിയമപരമായി രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയും മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കാനും കഴിയുകയുള്ളൂ എന്ന് വക്കീൽ അറിയിച്ചു. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഇതൊരു ക്രിമിനൽ കേസായി മാറുമെന്നും വിഷ്ണു ഒരു ഭാര്യ ഉള്ളപ്പോൾ മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് അത് നിയമപരമായിട്ട് ഒരു ക്രൈം തന്നെയാണ് എന്ന വക്കീലിന്റെ വെളിപ്പെടുത്തൽ കേട്ട് സത്യഭാമ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുമ്പോൾ വിഷ്ണുവിനോട് ശാലിനിയെ ഡിവോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചു. ശാലിനിയെ ഡിവോഴ്സ് ചെയ്യാൻ വിഷ്ണുവിന് സമ്മതമാണോ എന്ന സത്യഭാമയുടെ ചോദ്യവും വിഷ്ണുവിന്റെയും ശാലിനിയുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തത് കൊണ്ട് അത് അവരുടെ വിവാഹമോചനം ഉടനെ തന്നെ നടത്തണമെന്നും സത്യാമ്മ ആവശ്യപ്പെടുന്നു. എന്തായാലും കാർത്തിക് വിവാഹം കഴിച്ച സ്ഥിതിക്ക് ശാലിനിയുമായിട്ടുള്ള ഡിവോഴ്സിന് വിഷ്ണുവിന് സമ്മതക്കുറവൊന്നും തന്നെ ഇല്ലല്ലോ എന്ന് സത്യാമ്മ ചോദിക്കുകയും നിനക്ക് അത് സൈൻ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് സത്യാമ്മ വിഷ്ണുവിനോട് അന്വേഷിച്ചു. സത്യാമ്മയുടെ ചോദ്യത്തിന് വിഷ്ണു തപ്പിത്തടഞ്ഞ മറുപടി നൽകുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താൻ കാർത്തിക് വിവാഹം കഴിച്ചു എന്ന വിവരം സത്യാമ്മയ്ക്ക് ശാലിനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിവോഴ്സ് കാര്യവുമായി മുന്നോട്ട് പോയാൽ ചിലപ്പോൾ ശാലിനി എന്നെ കേസിൽ പെടുത്തി ലോക്കപ്പിലിടാനുള്ള സാധ്യത ഏറെയാണെന്നും അതുകൊണ്ട് തന്നെ തൽക്കാലം ശാലിനിയെ പ്രകോപിപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് വിഷ്ണു സത്യാമ്മയോട് അറിയിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് അമ്മ ചിന്തിക്കണമെന്ന് വിഷ്ണു സത്യാമ്മയെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് വിഷ്ണു സത്യാമ്മയോട് പറഞ്ഞത് കേട്ട് സത്യഭാമ വക്കീലിന്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് പേപ്പർ വാങ്ങിച്ചിട്ട് അതിൽ ശാലിനിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാമെന്ന് സമ്മതിച്ചു. ഇത് കണ്ട ഉടൻ തന്നെ വിഷ്ണുവിന്റെയും ശാലിനിയുടെയും വിവാഹം അത് നിയമപരമായി വേർപെടുത്താത്തതുകൊണ്ടും അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ശാലിനി എന്തിനും തയ്യാറായി വിഷ്ണുവിനെ ലോക്കപ്പിൽ അടയ്ക്കാനുള്ള സാധ്യത തന്നെ ഉണ്ടെന്ന് അറിഞ്ഞതോടെ വക്കീല് ചോദിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പെൺകുട്ടി ഇതിൽ സൈൻ ചെയ്യുമോ എന്നതായിരുന്നു. അത് കേട്ടതും സത്യാമ്മ പറയുന്നത് ഇക്കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നും അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് തനിക്കറിയാമെന്നും അതൊക്കെ ഞാൻ റെഡിയാക്കിക്കൊള്ളാമെന്നും പറഞ്ഞാണ് വക്കീലിനെ പറഞ്ഞയക്കുന്നത്. പിന്നീട് വിഷ്ണു ശാലിനിയുമായിട്ടുള്ള തൻ്റെ ഡിവോഴ്സിന്റെ കാര്യത്തിൽ അമ്മ ഒരു ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ്. ഇതിൽ നിന്ന് അമ്മയെ എങ്ങനെ പിന്തിരിപ്പിക്കുമെന്നതായിരുന്നു വിഷ്ണുവിന്റെ ആശങ്ക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മയെ ഈ വിവാഹ മോചനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. താൻ മറ്റൊരു വിവാഹം കൂടി കഴിച്ച സ്ഥിതിക്ക് ശാലിനിക്ക് വേണ്ടി താൻ വാദിച്ചാൽ പോലും അമ്മ അതിനെ എതിർക്കുകയും താൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചതിന്റെ പേരിൽ തന്നെ എന്നേക്കുമായി വെറുക്കുകയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ശാലിനിക്ക് പോലും മറ്റേതെങ്കിലും രീതിയിൽ സത്യാമ്മ ഹാനി വരുത്തുമെന്നും വിഷ്ണുവിനറിയാം. അതുകൊണ്ട് തന്നെ കാർത്തികയുടെ ജീവിതവും അതോടെ തകരും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നോർത്ത് വിഷ്ണു ആകെ ആശങ്കപ്പെട്ടു. അപ്പോഴാണ് കാർത്തികയും അതേ ടെൻഷനിൽ തന്നെ നിൽക്കുന്നത്. ശാലിനി വിഷ്ണുവിൽ നിന്ന് എന്നേക്കുമായി ശാലിനിയെ അകറ്റുക എന്നതാണ് മധുശ്രീ കാർത്തികയുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. എന്നാൽ ശാലിനിയെ പോലെയുള്ള ഒരു നിഷ്കളങ്കയും സൽസ്വഭാവമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ എങ്ങനെ താൻ വേദനിപ്പിക്കും? അവളുടെ ജീവിതത്തിൽ നിന്ന് വിഷ്ണുവേട്ടനെ എങ്ങനെ അടർത്തി മാറ്റും? അത് താൻ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല എന്നും ഹർഷനെ ജീവന തുല്യം സ്നേഹിക്കുന്ന തനിക്ക് വിഷ്ണുവേട്ടനോടുള്ള ശാലിനിയുടെ സ്നേഹം എത്രത്തോളമാണെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നും ഓർത്തുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് തനിക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് കാർത്തികയും വിഷമിച്ചു. അങ്ങനെ കാർത്തിക ആശങ്കപ്പെട്ടിരിക്കുമ്പോഴാണ് സത്യഭാമ ആ ഡിവോഴ്സ് പേപ്പർ ശാലിനിയെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നതിന് വേണ്ടി അതുമായി നേരെ തന്റെ റൂമിലേക്ക് പോയത്. എന്തിനായിരിക്കും അമ്മ അകത്തേക്ക് പോയത് എന്നതായിരുന്നു വിഷ്ണുവിന്റെ ആശങ്ക. സത്യഭാമ റൂമിലേക്ക് ചെന്ന് തന്റെ ഷെൽഫ് തുറന്ന് അതിൽ നിന്ന് എല്ലാവരെയും ഭീഷണിപ്പെടുത്താറുള്ള തന്റെ റിവോൾവർ കയ്യിലെടുത്തു. എല്ലാ രീതിയിലും താൻ തോൽക്കുമെന്ന് വരുന്ന ആ നിമിഷത്തിൽ തകർത്തെറിഞ്ഞ് എല്ലാവരുടെയും ജീവിതം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ താൻ തോൽക്കുമെന്നറിയുന്ന ആ നിമിഷം സ്വയം ജീവിതം അവസാനിപ്പിക്കാനായി തയ്യാറാകുന്ന സത്യഭാമ ഇനി അങ്ങനെ എന്തെങ്കിലും ചിന്താഗതിയുമായിട്ടാണോ അകത്തേക്ക് പോയതെന്ന ആശങ്കയിൽ എല്ലാവരും അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ സത്യഭാമ തന്റെ ആ റിവോൾവർ കയ്യിലെടുത്ത് അതിലേക്ക് തന്നെ രൂക്ഷമായി നോക്കുന്നു. ഈ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷ്ണുവിന്റെ ജീവിതത്തിൽ നിന്ന് ശാലിനി എന്ന് പറയുന്ന ആ ക്യാൻസറിനെ എന്നേക്കുമായി പറിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സത്യഭാമ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന് ആലോചിച്ചു. അങ്ങനെ ആ റിവോൾവർ കയ്യിലെടുത്ത് ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണ് സത്യഭാമ. അതിനുശേഷം അത് തന്റെ സൂട്ട് കേസിലേക്ക് എടുത്തു വെക്കുന്നു. അതോടൊപ്പം തന്നെ
സത്യഭാമ ആ സൂട്ട് കേസിലേക്ക് കുറച്ച് നോട്ടുകെട്ടുകൾ കൂടി എടുത്തു വെച്ചു. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ താൻ തീരുമാനമുണ്ടാക്കുമെന്നതായിരുന്നു സത്യഭാമയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ അതും എടുത്തുകൊണ്ട് സത്യഭാമ ആ വക്കീൽ നോട്ടീസും കയ്യിലെടുത്ത് പുറത്തേക്കിറങ്ങി. അവിടെ നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടതും സത്യഭാമ എല്ലാവരുടെയും കേൾക്കെ ചോദിച്ചു, വിഷ്ണു, ഈ ഡിവോഴ്സ് പേപ്പറിൽ ശാലിനി സൈൻ ചെയ്താൽ നിനക്ക് സൈൻ ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു ആകെ ടെൻഷനോടെ നോക്കി. അമ്മ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇപ്പോഴത്തെ അവസ്ഥയിൽ ശാലിനിയുടെ മുന്നിൽ ഇങ്ങനൊരു ഡിവോഴ്സ് പേപ്പറും കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ ശാലിനി എങ്ങനെയാണ് പ്രതികരിക്കുകയെന്ന് അമ്മ ഓർക്കുന്നില്ലേ? വക്കീല് പറഞ്ഞത് അമ്മ കേൾക്കുന്നില്ലേ? എന്നെ ജയിലിൽ കിടത്തണമെന്നാണോ അമ്മയുടെ ആഗ്രഹം എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, വിഷ്ണു, ഞാൻ പറഞ്ഞല്ലോ, ശാലിനിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകാതിരുന്നാൽ പോരെ, അതെനിക്കറിയാം. പിന്നെ ഞാൻ ചോദിച്ചതിന് നീ വ്യക്തമായി മറുപടി നൽകണം. ഇതിൽ ശാലിനി ഈ പേപ്പറിൽ സൈൻ ചെയ്താൽ പിന്നെ നീ ശാലിനിയുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി ഈ നിയമപരമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നിനക്കിതിൽ സൈൻ ചെയ്യാൻ വിരോധമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ തനിക്ക് അത് ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നതുപോലെ വിഷ്ണു സത്യഭാമയെ നോക്കി. അതോടെ സത്യഭാമ സന്തോഷത്തോടെ വിഷ്ണുവിനോട് പറഞ്ഞു, ശരി, എന്നാൽ നീ കിടന്നോ, നീ ഇവിടെ നിന്നോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, എന്നാ ഇങ്ങനെയാണ് ഈ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കേണ്ടതെന്നും എനിക്കറിയാം, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ അരികിൽ നിന്ന് സത്യഭാമ ആ സൂട്ട് കേസും കയ്യിൽ പിടിച്ച് ആ ഡിവോഴ്സ് പേപ്പറുമായിട്ട് നേരെ കാറിലേക്ക് ചെന്ന് കയറി. ഇത് കണ്ടതോടെ വിഷ്ണുവിനാകെ ടെൻഷനായി. അവിടെ കാർത്തിക ആ കാഴ്ച കണ്ട് ആകെ ഭയന്നു നിന്നു. വിഷ്ണു വേഗം തന്നെ തന്റെ റൂമിലേക്ക് എത്തിയതും പിന്നാലെ എത്തിയ കാർത്തിക വിഷ്ണുവിനോട് ചോദിച്ചു, വിഷ്ണുവേട്ട, ഇത് ആകെ പുലിവാലാകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. വിഷ്ണുവേട്ട, ഈ പേപ്പറിൽ ശാലിനി സൈൻ ചെയ്യാതിരുന്നാൽ സത്യാമ്മ എന്ത് ചെയ്യും? അത് മാത്രമല്ല, ഇനി അഥവാ ശാലിനി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷ്ണുവേട്ടനും അതിൽ സൈൻ ചെയ്യാൻ നിർബന്ധിതനാവില്ലേ? അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇതെല്ലാം നമ്മൾ കുരുക്കുകൾ അഴിക്കാനായി ശ്രമിക്കുമ്പോൾ ഈ കുരുക്കുകൾ കൂടുതൽ മുറുകുകയാണല്ലോ വിഷ്ണുവേട്ട എന്ന് വിഷ്ണുവിനരികിലെത്തി കാർത്തിക വിഷമത്തോടെ ചോദിച്ചു. കാർത്തികയുടെ ചോദ്യങ്ങൾ കേട്ട് വിഷ്ണു പറഞ്ഞു, അമ്മ കൊണ്ടുപോയ ആ സൂട്ട് കേസിനുള്ളിൽ എന്താണെന്ന് യാതൊരു നിശ്ചയവുമില്ല. അമ്മ എന്തിനും ഒരു തീരുമാനത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കാറുള്ള ഒരു റിവോൾവർ ഉണ്ട് അമ്മയ്ക്ക്. ഇനി അതാണോ അതോ മറ്റെന്തെങ്കിലും തീരുമാനമാണോ അമ്മയുടെ ഭാഗത്തു നിന്നുള്ളതെന്നും അറിയില്ല. ഇനി ശാലിനിയുടെ മുന്നിൽ ചെന്ന് എങ്ങനെയാണ് അമ്മ പെരുമാറുകയെന്നും അറിയില്ല. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് യാതൊരു എത്തും കിട്ടുന്നില്ല കാർത്തികയെ എന്ന് വിഷ്ണു വിഷമത്തോടെ കാർത്തികയോട് പറഞ്ഞു. കാർത്തികയും ആകെ ടെൻഷനിലായി. അപ്പോഴാണ് സത്യഭാമ ശാലിനിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഓഫീസിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങാൻ തുടങ്ങുന്ന ശാലിനി വീട്ടുമരത്തേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നത് കണ്ടതോടെ അത് സത്യാമ്മയുടെ കാറാണല്ലോ എന്ന് ശാലിനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും സത്യഭാമ കാറിൽ നിന്നിറങ്ങി. സത്യാമ്മയെ കണ്ടതും വളരെ സന്തോഷത്തോടെ ശാലിനി അരികിലേക്ക് ചെന്നു. സത്യാമ്മയോ, അകത്തേക്ക് കയറുക സത്യാമ്മയെ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ സത്യാമ്മയെ അകത്തേക്ക് ക്ഷണിക്കുന്നു. പക്ഷേ സത്യഭാമ താൻ അകത്തേക്ക് വരുന്നില്ല എന്ന നിലപാടിൽ തന്നെ അങ്ങനെ നിന്നു. സത്യഭാമയെ നോക്കിക്കൊണ്ട് ശാലിനി പറഞ്ഞു, എന്താ സത്യാമ്മേ, അകത്തേക്ക് കയറി വാ, സത്യാമ്മ എന്താ അവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടും സത്യഭാമ പറഞ്ഞു, വേണ്ട, ഞാൻ വരുന്നില്ല, എനിക്ക് ഇതിലെ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അതെ, ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്റെ സൽക്കാരം സ്വീകരിക്കാനല്ല എന്ന് പറഞ്ഞതും ശാലിനി ആകെ ടെൻഷനോടെ സത്യഭാമയുടെ മുഖത്തേക്ക് നോക്കി. എന്താ സത്യാമ്മ എന്ന രീതിയിൽ ശാലിനി നോക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, ശാലിനി, ഞാൻ വന്നത് എനിക്ക് ഒരു കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകണം. നീയുമായിട്ടുള്ള എൻ്റെ മകന്റെ ജീവിതം അത് ഈ അവസ്ഥയിലായി. ഇനി അവന്റെ ജീവിതത്തിൽ നിനക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നും നിനക്ക് മനസ്സിലായല്ലോ. അവൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, അവനെ സ്നേഹിക്കുന്ന, അവന്റെ ഒപ്പം നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ. അതുകൊണ്ട് തന്നെ ഇനിയും അവന്റെ ജീവിതത്തിൽ നീ ഒരു അധികപ്പറ്റാണ്. ഇപ്പോ അവരുടെ വിവാഹം നടന്ന സ്ഥിതിക്ക് ആ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. എന്തായാലും ഇനിയും അവന്റെ ജീവിതത്തിൽ നീ ഇങ്ങനെ വാലുപോലെ നിന്നിട്ട് എന്താണ് കാര്യമുള്ളത്? അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നിയമപരമായിട്ടുള്ള ഒരു അവസാനം കൂടി ഉണ്ടാവണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാം നിയമത്തിൻ്റെതായ വഴിക്ക് കൊണ്ടു നടക്കാറുള്ള നീ ഈ ഒരു കാര്യത്തിലും അതേ ചിട്ട തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, എൻ്റെ മകനും നീയും തമ്മിലുള്ള വിവാഹം അത് നിയമപരമായി തന്നെ വിവാഹബന്ധം വേർപെടുത്തണം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. ഈ പേപ്പറിൽ നീ ഒന്ന് സൈൻ ചെയ്യണം എന്ന് പറഞ്ഞ് സത്യഭാമ ആ ഡിവോഴ്സ് പേപ്പർ ശാലിനിക്ക് നേരെ നീട്ടി. ശാലിനി ആ പേപ്പർ കണ്ടതും ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു, ശാലിനി, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലെന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടും ശാലിനി ആകെ വിഷമത്തോടെ സത്യഭാമയെ നോക്കി. സത്യാമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എല്ലാം സത്യാമ്മയുടെ വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ് സത്യാമ്മേ. സത്യമോളുടെ കാര്യത്തിൽ ഞാൻ സത്യാമ്മയോട് പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ തന്നെ സത്യഭാമ
ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് നിന്റെ സംസാരമൊന്നും കേൾക്കാൻ താല്പര്യമില്ല. നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നീ തന്നെ എത്ര ആവർത്തി പറഞ്ഞാലും അത് സത്യമായി തീരണമെന്നില്ലല്ലോ. ഒരു പെരുങ്കള്ളം എത്ര പറഞ്ഞാലും അത് സത്യമായി തീരാൻ പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്റെ മകന് എവിടെയോ കിടന്ന ആരുടെയോ കുഞ്ഞിനെ, എന്റെ മകന്റെ പിതൃത്വം ആ കുഞ്ഞിന്റെ മേൽ ഏൽപ്പിക്കാമെന്ന് നീ കരുതണ്ട. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. നീ ചെയ്തു കൂട്ടിയതിനൊക്കെ നിനക്ക് അതിനുള്ള ഫലം കിട്ടാൻ പോകുന്നു എന്ന് മാത്രം നീ കരുതിയാൽ മതി. എന്റെ മകനെ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കിയേക്ക്. അതല്ലേ നല്ലത്. നീ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് മനസ്സിലായി. ഇനി നിയമപരമായും അതങ്ങ് വേണ്ടെന്ന് വെച്ചേക്ക്. എന്റെ മകൻ അവന് ഇഷ്ടമുള്ള, അവനെ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയോടൊപ്പം സമാധാനത്തോടെ അവൻ ജീവിച്ചോട്ടെ. നീയെന്നും നിന്റെ വിഷ്ണുവേട്ടനെന്നും വിഷ്ണുവേട്ടനെ ജീവന തുല്യം സ്നേഹിക്കുന്നെന്നും ഒക്കെയല്ലേ നീ പറഞ്ഞു നടന്നിരുന്നത്. അങ്ങനെ ഒരു സ്നേഹം അവനോടുണ്ട് എന്ന് നീ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടായിരുന്നെങ്കിൽ, നീ പറഞ്ഞതൊക്കെ സത്യമായിരുന്നെങ്കിൽ, അവന് നല്ലൊരു ജീവിതം കിട്ടാൻ നീയും സന്തോഷിക്കുകയല്ലേ വേണ്ടത്. നീ 6 വർഷങ്ങൾക്ക് മുമ്പ് അവനെ എന്നേക്കുമായി ഉപേക്ഷിച്ച് ഈ നാട് വിട്ടു പോയതല്ലേ. ഒരിക്കൽ പോലും അവനെക്കുറിച്ച് നീ ഒന്ന് അന്വേഷിക്കുകയോ അവനെ കാണാൻ ആഗ്രഹിക്കുകയോ അവനെ കാണാൻ എത്തുകയോ ചെയ്തില്ലല്ലോ. ഈ 6 വർഷക്കാലവും നിന്നെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിച്ചതാണ് എൻ്റെ മോൻ. അവന്റെ ഈ 6 വർഷം ഞാൻ അവനോട് പറഞ്ഞിരുന്നതൊന്നും അവൻ കേൾക്കാനോ അനുസരിക്കാനോ തയ്യാറായിരുന്നില്ല. നീ അവനെ ഒരിക്കലും ചതിക്കില്ലെന്നായിരുന്നു എൻ്റെ മകന്റെ വിശ്വാസം. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ വിഷയത്തിൽ ഇനിയും സംസാരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യം നീ നടപ്പിലാക്കി തരണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിനക്ക് വളരെയേറെ നിയമവശങ്ങൾ അറിയാവുന്നത് കൊണ്ട് എൻ്റെ മകനെതിരെ കേസ് കൊടുക്കുകയോ നീ എൻ്റെ മോനെ ജയിലിലടയ്ക്കാൻ നോക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് എൻ്റെ വക്കീൽ പറഞ്ഞിരുന്നു. എന്നാൽ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുള്ളത്, അങ്ങനെ നീ എൻ്റെ മകനെ കൊടുക്കാൻ നോക്കിയാൽ നിന്നെ ഉപേക്ഷിച്ചുവെന്നും നിന്റെ നിയമപരമായി ബന്ധം വേർപെടുത്തുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹത്തിന് അവൻ തയ്യാറെടുത്തുവെന്ന് പറഞ്ഞ് അവനെ പോലീസിന് മുന്നിൽ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാനാണ് നിന്റെ നീക്കമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ശാലിനി, എൻ്റെ മകന്റെ ജീവിതം നീ തകർക്കാൻ നോക്കിയാൽ നീ ചെയ്തു കൂട്ടിയ വൃത്തികേടുകളും ഞാൻ ഈ നാട് മുഴുവൻ പറയും. ഈ നാട്ടുകാരുടെ മുന്നിൽ കളക്ടറുടെ പദവി, കളക്ടറുടെ കസേരയിൽ ഇരിക്കുന്ന നിനക്ക് പിന്നെ ഈ ജനങ്ങളുടെ നേരെ നോക്കാൻ പോലും കഴിയാറാവും. അങ്ങനെ ഒരു നാണക്കേട് നിനക്ക് വേണോ? നീ ഈ പറയുന്ന കാര്യങ്ങൾക്ക് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ വന്ന് ശരിക്കും നിന്നെ ഞാൻ തൊലിയുരിക്കും. നോക്കിക്കോ ശാലിനി, എൻ്റെ മകന്റെ ജീവിതം തകർത്തതിനും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തിയ നീ ഒരു കുഞ്ഞിനെ മുഖത്ത് വെച്ച് വന്ന് എൻ്റെ മോൻ്റെ മേൽ അതിൻ്റെ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ ഈ നാട്ടുകാരുടെ മുന്നിൽ വെളിപ്പെടുത്തിയാൽ എന്താ സംഭവിക്കാന്ന് നീ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ശാലിനി. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മകന്റെ ജീവിതത്തിൽ നിന്നെ പോലെ ഒരുവളുടെ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ നിന്നെ വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞു. ഇനിയും നീ എന്തിനാണ് അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അഭിമാനമുള്ളവളാണെങ്കിൽ, നാണമുള്ളവൻ ആണെങ്കിൽ നീ ഈ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എൻ്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ ഒഴിവാക്കേണ്ടത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയാം. ഇനി നിനക്ക് പണമാണ് ആവശ്യമെങ്കിൽ ദാ ഈ സത്യഭാമയുടെ സ്വത്തുക്കൾ മുഴുവൻ നിനക്ക് തരാം, ദാ നോക്കിക്കോ എന്ന് പറഞ്ഞ് സൂട്ട് കേസ് തുറന്ന് അതിലെ നോട്ടുകെട്ടുകൾ ശാലിനിക്ക് നേരെ നീട്ടി. ഇത് നീ വാങ്ങിച്ചോ, എന്നിട്ട് നീ എൻ്റെ മകന്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നാൽ മതി. അതല്ല ഇനിയും നിനക്ക് ഇതിനൊന്നും തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ നിമിഷം എല്ലാത്തിനും ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കാം. നിന്നെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജയിലിലേക്ക് പോകുമായിരിക്കും. എങ്കിലും എൻ്റെ മകന്റെ ജീവിതം സന്തോഷകരമായി തീരുവല്ലോ. എന്താ വേണ്ടതെന്ന് നീ തീരുമാനിക്കുക. അല്ല എങ്കിൽ ഞാൻ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാം. ഇതിലേതാ വേണ്ടതെന്ന് നീ തീരുമാനിച്ചോ. ഞാൻ ജീവനോടിരിക്കുമ്പോൾ എൻ്റെ മകന്റെ ജീവിതം ഇനിയും നരകപൂർണമായി മുന്നോട്ട് നീങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സത്യഭാമ ശാലിനിയോട് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ സംസാരിച്ചു. ശാലിനി അതെല്ലാം കേട്ടതോടെ ആകെ വിഷമത്തോടെ തലകുനിച്ച് ശാലിനി നിന്നു. ശാലിനിയുടെ അപ്പോഴത്തെ സാഹചര്യം എന്തെന്ന് മനസ്സിലാക്കിയ സത്യഭാമ, ഈ ഡിവോഴ്സ് പേപ്പറിൽ നിനക്ക് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞ് ആ പേപ്പർ ശാലിനിക്ക് നേരെ നീട്ടി. അവസാനം ശാലിനി മനസ്സില്ലാ മനസ്സോടെ മനസ്സിന് ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട്, ഇല്ലാത്ത ധൈര്യം പുറമേ കാട്ടിയും മനസ്സ് കരഞ്ഞുകൊണ്ടും ശാലിനി ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാൻ തയ്യാറാകുന്നു. തൻ്റെ വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് തനിക്ക് ഉറപ്പാണ്. വിഷ്ണുവേട്ടൻ്റെ വിവാഹം നടന്നിട്ടില്ലെന്നതും സത്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ സൈൻ ചെയ്താലും വിഷ്ണുവേട്ടൻ സൈൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഒരു കാരണവശാലും ഈ ബന്ധം വേർപെടുത്താനുമാവില്ല. അതുകൊണ്ട് ഈ പേപ്പറിൽ ഞാൻ സൈൻ ചെയ്താലും വിഷ്ണുവേട്ടൻ സൈൻ ചെയ്യാൻ പോകുന്നില്ല എന്നത് തീർച്ചയാണ്. ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി വെളിപ്പെടുത്താൻ കഴിയും.
വിഷ്ണുവേട്ടൻ ഇതിൽ സൈൻ ചെയ്താൽ അവരുടെ വിവാഹം നടന്നു എന്നത് സത്യമായി തീരും. സൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിവാഹം നടന്നിട്ടില്ല എന്ന് തന്നെ തെളിയിക്കാനും കഴിയും. അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. എന്തായാലും സത്യാമ്മയെ ഇനിയും ദേഷ്യം പിടിപ്പിക്കുന്നത് ശരിയാവുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ പേപ്പറിൽ ഇപ്പോൾ തന്നെ സൈൻ ചെയ്യുന്നതാണ് ഉചിതമെന്ന് ശാലിനി തീരുമാനിച്ചു. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ശാലിനി ആ പേപ്പറിൽ സൈൻ ചെയ്യാൻ തയ്യാറായി. അങ്ങനെ ഡിവോഴ്സ് പേപ്പറിലേക്ക് നോക്കി ശാലിനി അത് വാങ്ങിച്ച് ആ പേപ്പറിൽ സൈൻ ചെയ്തു. ഇത് കണ്ടതോടെ സത്യഭാമ വലിയ സന്തോഷത്തിലായി. ഡിവോഴ്സ് പേപ്പറിൽ ശാലിനി സൈൻ ചെയ്യുന്നത് കണ്ട് വളരെ അഹങ്കാരത്തോടെ സത്യഭാമ ആ ഡിവോഴ്സ് പേപ്പറുമായി വിഷ്ണുവിൻ്റെ അരികിലേക്ക് തിരിച്ചു. ഈ സമയത്ത് സത്യഭാമ തിരിച്ചു വരുന്നതും കാത്ത് രാഘവൻ നായരും വിഷ്ണുവുമൊക്കെ ആശങ്കയോടെ കാത്തിരുന്നു. എന്തായിരിക്കും ശാലിനി ചെയ്തിട്ടുണ്ടാവുക? ആ ഡിവോഴ്സ് പേപ്പറിൽ ശാലിനി സൈൻ ചെയ്തിട്ടുണ്ടാകുമോ? എങ്ങനെയായി തീരും എന്ന ആശങ്കയോടെ അവർ അങ്ങനെ നിൽക്കുമ്പോഴാണ് സത്യഭാമ വലിയൊരു വിജയം നേടിയ അഹങ്കാരത്തിൽ തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. തനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട എന്നും പണവും തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറാമെന്ന് ശാലിനി ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തതിൻ്റെ സന്തോഷമായിരുന്നു സത്യാമ്മയുടെ മുഖത്ത്. വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി വന്ന സത്യാമ്മയെ നോക്കി രാഘവൻ നായർ ചോദിച്ചു, എന്താ ഭാമേ, പോയിട്ട് നിന്റെ ആഗ്രഹം സാധിച്ചോ? ശാലിനി ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാൻ മനസ്സിലെന്ന് പറഞ്ഞു കാണും അല്ലേ? അല്ലെങ്കിൽ നീ ഇത്ര വേഗം ഇങ്ങ് മടങ്ങിയെത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായരെ പുച്ഛിച്ചുകൊണ്ട് സത്യഭാമ പറഞ്ഞു, അതെ രാഘവേട്ടൻ കരുതുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും കരുതിയോ? അതെ, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയൊന്നും എല്ലായ്പ്പോഴും നടക്കണമെന്നില്ല. ശാലിനിയെക്കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരുന്നത്? അവള് ഈ ഡിവോഴ്സിന് തയ്യാറാവില്ലെന്നോ? എന്നാൽ ഞാനിങ്ങനെ ഒരു പേപ്പറുമായി അവൾ കരികിലേക്ക് ചെല്ലുന്നത് അവൾ പ്രതീക്ഷയോടെ കാത്തിരുന്നത് പോലെയായിരുന്നു. ഈ പേപ്പറിലേക്ക് നോക്ക്, അവൾ സൈൻ ചെയ്തോ ഇല്ലയോ എന്ന് പറഞ്ഞ് രാഘവൻ നായരുടെ നേരെ സത്യഭാമ ആ പേപ്പർ നീട്ടി. സത്യഭാമ അത് വാങ്ങിയതും സത്യഭാമയുടെ കയ്യിൽ നിന്ന് രാഘവൻ നായർ അത് വാങ്ങിച്ച് ആ പേപ്പറിൽ സൈൻ ചെയ്ത് നോക്കി. താഴെ സൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതും സത്യഭാമ തന്ന ആ പേപ്പറിന്റെ താഴെ ഭാഗത്തായി രാഘവൻ നായർ വളരെ വിഷമത്തോടെ നോക്കി. അപ്പോഴാണ് അതിൽ സൈൻ ചെയ്യുന്നതിന് പകരം ശാലിനി മറ്റെന്തോ എഴുതിയിട്ടുള്ളത് പോലെ രാഘവൻ നായരുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഇത് കണ്ടതോടെ സത്യഭാമ ചോദിച്ചു, എന്താ നിങ്ങൾ ചിരിക്കുന്നത്? എന്തൊരു രാഘവേട്ടാ എന്ന് സത്യഭാമ അന്വേഷിച്ചതും രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, നീ എന്താ പറഞ്ഞത്? അവൾ ഈ പേപ്പറിൽ സൈൻ ചെയ്തുവെന്ന് അല്ലേ? ഈ വിവാഹബന്ധം വേർപെടുത്താൻ അവൾ തയ്യാറാണെന്ന് മനസ്സിലായി. എന്നാലേ നീ ഈ പേപ്പറിൽ അവൾ സൈൻ ചെയ്തത് കണ്ടിട്ട് വേഗം ഇങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതേ ഉള്ളൂ അല്ലേ? എന്നാൽ അതിൽ എന്താ എഴുതിയെന്ന് നീ നോക്കിയില്ലല്ലേ എന്ന് ചോദിച്ചതും രാഘവൻ നായരുടെ ആ ചോദ്യം കേട്ട് സത്യഭാമ ഞെട്ടലോടെ എല്ലാവരെയും നോക്കുന്നു.